ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ മാസങ്ങളിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചിരുന്നു. പണം അയക്കുന്നതിൽ വലിയ തോതിൽ വർധനവ് രേഖപ്പെടുത്തിയതായി മണി എക്സ്ചേഞ്ച് രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറഞ്ഞു. ഡോളറുമായുള്ള വിനിമയത്തിൽ 1.2% ഇടിവാണ് രൂപയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം അമേരിക്കൻ വിപണിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളാണ് രൂപയ്ക്ക് കരുത്തായത്. ഡോളർ ദുർബലമാകാൻ പുതിയ താരിഫ് നയം കാരണമാകുമെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എണ്ണവില കുറഞ്ഞതും രൂപയുടെ മൂല്യം ഉയരാൻ കാരണമായി. കഴിഞ്ഞ ദിവസം രൂപ 22 പൈസയുടെ നേട്ടം കൈവരിച്ചിരുന്നു. നിലവിൽ ഡോളറിനെതിരെ 85-ൽ താഴെയാണ് രൂപയുടെ മൂല്യം. ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മൂല്യമാണിത്. യുഎയിൽ നിന്നും നാട്ടിലേക്ക് പണമയക്കുന്നവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിർഹമിന് 23.29 രൂപയാണ്. സൗദിയിൽ നിന്നും നാട്ടിലേക്ക് പണമയക്കുന്ന ഒരു പ്രവാസിക്ക് ഇന്ന് ഒരു റിയാലിന് 22.83 രൂപയാണ് ലഭിക്കുക. ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പണമയക്കാൻ എത്തിയ പ്രവാസികൾക്ക് നൽകിയത് 222.66 രൂപയാണ്. കഴിഞ്ഞ മാസം 227 രൂപ വരെ ലഭിച്ച സ്ഥാനത്താണ് ഇത്രയും കുറവ് പൈസ ലഭിക്കുന്നത്. കുവൈറ്റിൽ നിന്നും ഇപ്പോൾ നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് 278.21 രൂപയാണ് ലഭിക്കുക. ബഹ്റൈനിൽ നിന്നും നാട്ടിലേക്ക് പണമയക്കുകയാണെങ്കിൽ 227.32 രൂപയാണ് ലഭിക്കുക. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ നിരക്കിൽ ഉണ്ടായിരിക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ഡോളറിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് രൂപ കൂപ്പ് കുത്തിയതോടെയാണ് റെക്കോർഡ് വിനിമയ നിരക്കിലേക്ക് എത്തിയത്. ഈ സമയത്ത് നിരവധി പേർ നാട്ടിലേക്ക് പണം അയച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപ തിരിച്ചു വരുന്നതായാണ് വിപണിയിൽ നിന്നും ദൃശ്യമാകുന്നത്. വിനിമയ വിപണിയിലെ ചാഞ്ചാട്ടം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ നൽകുന്ന സൂചന. GCC രാജ്യങ്ങളിൽ നിന്നുള്ളതുൾപ്പെടെയുള്ള പ്രവാസി തൊഴിലാളികൾക്ക് തൊഴിലിനനുസൃതമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലെങ്കിൽ പുതിയ തൊഴിൽ വിസ എടുക്കാനോ പഴയത് പുതുക്കാനോ സാധ്യമല്ലെന്ന് കുവൈറ്റ്. ഇതുമായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർസൂഖ് അൽ ഒതൈബി പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചു. ജീവനക്കാരുടെ തൊഴിലും അക്കാദമിക് യോഗ്യതകളും സംബന്ധിച്ച നടപടിക്രമങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. തൊഴിൽ വകുപ്പുകളിൽ വിവിധ തരം വർക്ക് പെർമിറ്റുകൾ നൽകൽ, പുതുക്കൽ, തൊഴിൽ മാറൽ തുടങ്ങിയ കാര്യങ്ങൾ തൊഴിലുടമകൾക്കായുള്ള അസ്ഹൽ പോർട്ടൽ വഴിയോ സഹൽ ബിസിനസ് ആപ്പ് വഴിയോ ആണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. പുതിയ സർക്കുലർ പ്രകാരം തൊഴിലാളികളുടെ അക്കാദമിക് യോഗ്യതകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഡോക്ടറേറ്റ്, മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ എന്നിങ്ങനെ 3 വിധത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരമാണ് അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ മേഖലയും വിദ്യാഭ്യാസ യോഗ്യതയും തിരഞ്ഞെടുക്കുന്ന ജോലിക്ക് അനുസൃതമാണോ എന്ന കാര്യം സ്വയം പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ജീവനക്കാർക്ക് തന്നെയായിരിക്കും. തൊഴിൽ പെർമിറ്റിനു വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഓൺലൈൻ സിസ്റ്റം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തൊഴിലുടമ അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. അതേസമയം രാജ്യത്തെ എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകൾക്ക് ഓൺലൈൻ സിസ്റ്റം വഴി അംഗീകാരങ്ങൾ സ്വയമേ പരിശോധിക്കും. ആവശ്യമായ അംഗീകാരമില്ലാത്ത അപേക്ഷകൾ സ്വയമേ നിരസിക്കപ്പെടും. ജീവനക്കാരന് അംഗീകാരം ലഭിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്നതിന് ഒരു ഇലക്ട്രോണിക് അറ്റാച്ച്മെന്റ് അപേക്ഷയിൽ സ്വയമേ ചേർക്കുന്നു. പെർമിറ്റിനും വർക്ക് പെർമിറ്റിനും സേവനങ്ങൾക്കും മുൻകൂർ അനുമതി ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് ഇതര പ്രൊഫഷനുകൾക്ക് അപേക്ഷയിലേക്കുള്ള ഒരു അറ്റാച്ച്മെന്റായി തൊഴിലുടമ അംഗീകാരത്തിന്റെ ഒരു പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഗൾഫ് പൗരന്മാർ ഉൾപ്പെടെ വിദേശികൾക്ക് പെർമിറ്റുകൾ പുതുക്കാനും സർട്ടിഫിക്കറ്റുകൾ വേണം. അതേസമയം നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തന്നെ തുടരാനാണ് തൊഴിലാളി ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് വേനൽക്കാലത്തെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നതിനാലും 6 ഗവർണറേറ്റുകളിലെ ചില സെക്കൻഡറി സബ്സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലും ശനിയാഴ്ച മുതൽ ഒരാഴ്ച വരെ പവർ കട്ട് ഏർപ്പെടുത്താൻ കുവൈറ്റ് ഒരുങ്ങുന്നു. അറ്റകുറ്റപ്പണി ഷെഡ്യൂളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദിഷ്ട പ്രദേശങ്ങളും സമയങ്ങളും അനുസരിച്ച് വൈദ്യുതി തടസ്സപ്പെടുമെന്ന് കുവൈറ്റ് വൈദ്യുതി മന്ത്രാലയം അറിയിച്ചു.
വർദ്ധിച്ചുവരുന്ന ആവശ്യകത നിറവേറ്റുന്നതിന് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ അധികാരികൾ പൗരന്മാരോടും പ്രവാസികളോടും ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഉയർന്ന താപനിലയെ തുടർന്ന് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നതിനെ തുടർന്ന് രാജ്യത്തെ 40-ലധികം പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് കുവൈറ്റ് ആദ്യമായി താൽക്കാലിക റോളിംഗ് പവർ കട്ട് ഏർപ്പെടുത്തിയത്. അമേരിക്കയും UAEയും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുഡാൻ ബന്ധത്തിന്റെ പേരിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ 7 കമ്പനികൾക്ക് UAEയിൽ പ്രവർത്തനാനുമതി ഇല്ലെന്ന് UAE നീതിന്യായ മന്ത്രാലയം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. UAEയിൽ പ്രവർത്തിച്ചിരുന്ന 7 കമ്പനികളെയാണ് 2025 ജാനുവരി 1 അമേരിക്ക ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവ ഇനി പറയുന്നു: ക്യാപിറ്റൽ ടാപ്പ് മാനേജ്മെന്റ്, ക്യാപിറ്റൽ ടാപ്പ് ഹോൾഡിംഗ് LLC, ക്യാപിറ്റൽ ടാപ്പ് ജനറൽ ട്രേഡിംഗ് LLC, കൺസൾട്ടൻസീസ് LLC, ക്രിയേറ്റീവ് പൈത്തോൺ, അൽ സുമോറൌത്ത് ആൻഡ് അൽ യാഖൂത്ത് ഗോൾഡ് ആൻഡ് ജ്വല്ലറി, ഹൊറൈസൺ അഡ്വാൻസ്ഡ് സൊല്യൂഷൻസ് ജനറൽ ട്രേഡിംഗ്, അൽ ജിൽ അൽ ഖാദം ജനറൽ ട്രേഡിംഗ് എന്നിവയാണ് കമ്പനികൾ. ഈ കമ്പനികൾക്കും അതിന്റെ നടത്തിപ്പുകാർക്കുമെതിരെ UAE അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും ലഭിച്ച വിവരങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും അന്വേഷണം നടക്കുന്നത്. സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ്. ഈ യുദ്ധം 2023 ഏപ്രിൽ 15 ആരംഭിക്കുന്നത്. 2021 സൈന്യവും RSFും ചേർന്ന് സൈനിക അട്ടിമറിയിലൂടെ സുഡാനിലെ ഭരണം പിടിച്ചെടുത്തു. പിന്നീട് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അധികാര തർക്കം രൂക്ഷമായി. സൈന്യത്തിന്റെ പൂർണ്ണ ചുമതല ആരായിരിക്കും എന്ന ചോദ്യം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കും കാരണമായി. സുഡാനിലെ പല നഗരങ്ങളിലും ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. രാജ്യത്ത് കടുത്ത ഭക്ഷ്യക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം സുഡാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും സമാധാന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് ഇനി മുതൽ രാജ്യത്ത് സ്വന്തമായി ഭൂമിയും വാങ്ങാം. വിദേശ നിക്ഷേപകർക്കായി സ്വന്തമായി വസ്തു സമ്പാദിക്കുവാനുള്ള വാതിൽ തുറന്നു നൽകുകയാണ് സൗദി. ഇതോടെ വിദേശികൾക്ക് നിക്ഷേപം നടത്തുക എന്ന ലക്ഷ്യത്തോടെ സൗദി അറേബ്യയിൽ റിയൽ എസ്റ്റേറ്റ് വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും അനുമതി ലഭിക്കുകയാണ്. എന്നാൽ ഇതിന് ചില പ്രധാനപ്പെട്ട നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. എങ്കിലും ബിസിനസ് ആവശ്യത്തിനു വേണ്ടി ഭൂമി ഉപയോഗിക്കാനായി അനുമതി നൽകുന്ന പുതിയ അനുകൂല ചട്ടങ്ങൾ സൗദി അറേബ്യയിൽ നിക്ഷേപകരായി എത്തുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളാകും ഒരുക്കി നൽകുക. വിദേശ നിക്ഷേപകർക്ക് സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കൂടുതൽ അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി നിക്ഷേപക മന്ത്രാലയം പുതിയൊരു പദ്ധതി കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. സൗദിയിൽ വ്യക്തിഗത താമസത്തിനോ വ്യാവസായിക ആവശ്യങ്ങൾക്കോ കമ്പനി ആസ്ഥാനം സ്ഥാപിക്കുന്നതിനോ ജീവനക്കാർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ വെയർഹൌസുകൾ നിർമ്മിക്കുന്നതിനോ റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപ മന്ത്രാലയത്തിന്റെ അനുമതി തേടേണ്ടതുണ്ട്. ഇതിന് പ്രത്യേക ഫീസൊന്നും ഈടാക്കുന്നില്ല. ഇതിനായി മന്ത്രാലയത്തിന്റെ ഈ സർവീസ് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്.